എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. അപ്പോ ജൂൺ 15 ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? ലോക വയോജന പീഡന ബോധവൽക്കരണ ദിനമാണ് ജൂൺ 15. ഇനി ഇന്നലെ മുതൽ ജൂൺ 15 വേറൊരു അംഗീകാരം കൂടെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ലോക കോമഡി ദിനം. അപ്പോ അത് എങ്ങനെ കിട്ടിയെന്ന് നമുക്കൊന്ന് കണ്ടോക്കിയാലോ. കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം. തൃശൂരിൽ പ്രിയദർശിനി ഉദ്ഘാടന യാത്രയിൽ തന്നെ സ്ത്രീകളിൽ നിന്ന് പണം ഈടാക്കി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി കയറിയത്. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് കയറിയത്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് 9:34 അപ്പൊ ഞങ്ങൾ ചോദിച്ചു സൗജന്യം അല്ലേന്ന് വെച്ചപ്പോ സിസ്റ്റം ഇതായിട്ടില്ല, സോ അതുകൊണ്ട് സൗജന്യം അല്ലാന്ന് ഞങ്ങളുടെ നിന്ന് കാശ് വാങ്ങിച്ചു. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. അപ്പൊ ഞങ്ങളൊരു മാമിന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ നിന്ന് കാശ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആള് ചിരിച്ചിട്ട് ഞങ്ങൾക്ക് പൂ തന്നിട്ട് മാത്രം പോവാ. ബസ്സിൽ കയറിയപ്പോൾ പൂച്ചെണ്ടും മധുരവും ലഭിച്ചതും പക്ഷേ സൗജന്യ യാത്ര മാത്രം കിട്ടിയില്ല. സമാധാനായല്ലോ. ആസിഡ് എടുത്തങ്ങ് മോന്തു. സൗജന്യ യാത്രയെല്ലാം പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണ്. പക്ഷെ പ്രഖ്യാപിക്കുമ്പോ എല്ലാ ബസ്സിലും കയറാന്നുള്ളതായിരുന്നു, അങ്ങനെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ വന്ന് ഓർഡിനറി ബസ് എന്നായി. ഇന്നിപ്പോ രാവിലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ പറഞ്ഞു അത് ഓർഡിനറി ബസ്സായിരുന്നു, ഇന്ന് സിറ്റി ഫാസ്റ്റ് എന്ന് ഒട്ടിച്ചിട്ടുണ്ട് അതിന്റെ മേലേന്നാണ്. അരുൺ, അതാണില്ല പ്രശ്നം. ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റിക്കർ നേരത്തെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കൂടുതൽ ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എങ്ങനെ സൗജന്യമാണ് ബസ്? അല്ല, പൈസ കൊടുക്കണം. ഒരു ബസ് വിട്ടാൽ ഞങ്ങൾ സൗകര്യത്തിൽ കിട്ടുമോ? ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. പത്മനാഭ, ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. 200 പേരുമായിട്ട് നാളെ തലസ്ഥാനത്ത് പോണം. സ്ത്രീജനങ്ങളുടെ വോട്ട് നേടിക്കഴിഞ്ഞ് സ്ത്രീജനങ്ങളെ വഞ്ചിക്കുന്ന ഇടപാട് നല്ലതല്ല. യാത്ര മുടക്കി BJP. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവനാലമ്പാക്കും. ഫോമാലിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. ബസ്സിൽ കയറിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഷാജി കേട്ടാ, ഇവിടെ അരുതബു അരുത്. ഗവൺമെന്റ് വണ്ടികളിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചതും. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ജയിച്ചതിന് ശേഷം സ്ത്രീകളെ വഞ്ചിക്കുന്ന ഈ നടപടി ഗവൺമെന്റിന്റെ നടക്കുന്നതല്ല. ഒലത്തും അരമണിക്കൂർ മുകളിലായി ഇപ്പം. ഇതുവരെ ഞങ്ങൾ ഈ വണ്ടി വിട്ടിട്ടില്ല. ഇതുവരെ നിങ്ങൾ യാത്രക്കാരെ ഒത്തുപിടിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ട സ്ഥലം ഇവിടെ അല്ല. ഈ ഞങ്ങൾ സമരം ഞാനേ ഓഫീസ് ചെയ്യണം. ഈ ബസ്സിനകത്ത് കയറി സമരം അല്ല, പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും വണ്ടി വിടുക. ആൾക്കാർ ഭയങ്കര വയലന്റ് ആവുന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.